തൃശ്ശൂരിലേക്ക് പോകുന്നു. അവിടെ പാറളം പഞ്ചായത്തിലും ബി.ജെ.പിയെ കോൺഗ്രസ് സഹായിച്ചതായി CPM-ന്റെ ആരോപണം. UDF അംഗം വോട്ട് അസാധുവാക്കിയത് ബി.ജെ.പിയെ ജയിപ്പിക്കാനാണെന്നാണ് ആരോപണം. UDF-ന് 6ഉം NDA-ക്ക് 6ഉം LDF-ന് 5 സീറ്റുമായിരുന്നു ഇവിടുത്തെ കക്ഷിനില. കോൺഗ്രസ് വോട്ട് അസാധുവായതോടെ പാറളം പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി.ജെ.പി ജയിച്ചിരുന്നു. പാറളം ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വരെ LDF-ന് 5ഉം UDF-ന് 6ഉം BJP-ക്ക് 6ഉമായിരുന്നു. പക്ഷേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിയായി എന്നാണ് കേട്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ബോധപൂർവം വോട്ട് അസാധുവാക്കി BJP-നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള മറ്റത്തൂർ പഠനം പാറളത്ത് നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസും BJP-യും കൂടിയിട്ടുള്ള വർഗീയ കക്ഷികളുടെ ഭരണത്തിന് ഈ പാറളം ഗ്രാമപഞ്ചായത്ത് ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്ന് മാത്രമാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാമർശിക്കാനുള്ളത്. യെസ്, അപ്പോൾ മറ്റത്തൂരിന് പിന്നാലെ പാറളത്തും CPM തന്നെയാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. കോൺഗ്രസിന്റെ വോട്ട് അസാധുവായത് അത് BJP-യെ ജയിപ്പിക്കാൻ മനഃപൂർവ്വമാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഉയർത്തുന്നത്. എന്തായാലും ഈ വോട്ട് അസാധുവായതോടുകൂടെ BJP-ക്ക് അവിടെ പ്രസിഡന്റ് ഉണ്ടായി. മുജ്തബ വിശദാംശങ്ങളുമായി ചേരുന്നു. മുജ്തബ, ഈ വോട്ട് അസാധുവായതിൽ അസ്വാഭാവികതയുണ്ടോ? CPM ആരോപിക്കുന്നത് പോലെ BJP-യെ സഹായിക്കാൻ വേണ്ടി ഒരു വോട്ട് ബോധപൂർവ്വം അസാധുവാക്കുകയായിരുന്നു. മറ്റൊരു പതിപ്പാണ് പാറളത്ത് നടന്നത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് CPM-ന്റെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ വോട്ട് അസാധുവായ വനിതാ നേതാവ് അവരെയായിരുന്നു ആദ്യം അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. തൊട്ട് തലേ ദിവസം മറ്റൊരു വനിതയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ BJP-യെ സഹായിക്കുന്നതിലേക്ക് നയിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ CPM മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റത്തൂരിൽ കക്ഷിനില തുല്യമായിരുന്നു, പാറളത്ത് കക്ഷിനില തുല്യമായിരുന്നു. NDA-ക്ക് 6ഉം UDF-നും 6 എന്നുള്ള നിലയ്ക്കായിരുന്നു. ഒരു വോട്ട് അസാധുവായാൽ പോലും വലിയ പ്രത്യാഘാതങ്ങളും മാറ്റങ്ങളും ഭരണത്തിൽ പ്രതിഫലിക്കും എന്നുള്ള നിലക്ക് തന്നെ പ്രത്യേകിച്ച് KPCC-യുടെ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഭാരവാഹി, DCC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഭാരവാഹി, ഇവരൊക്കെ ഈ പാറളം പഞ്ചായത്തിലുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെ അവിടെ ഒരു ജാഗ്രതയോ ശ്രദ്ധയോ ഉണ്ടായില്ല. അതൊരു തരത്തിൽ ഈ BJP അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സഹായം തെരഞ്ഞെടുപ്പിന്റെ നാളുകളിലും 1.5 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീണ്ടു നിന്നിരുന്ന പരസ്പരം ഉണ്ടായിട്ടുള്ള സഹായം അത് ഈ അധ്യക്ഷ സ്ഥാനത്തും പ്രതിഫലിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റത്തൂർ തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്താണെങ്കിൽ പാറളം മറ്റൊരു സ്ഥലത്താണ്. ഇത് ജില്ലയിലുടനീളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു കാര്യം കൂടി CPM വിരൽ ചൂണ്ടുന്നുണ്ട്. ദിൽസി സൈഫുദ്ദീൻ.